ഹലോ ഗായ്സ്, നമ്മുടെ ആദ്യത്തെ ഡേ ആണ്. നമ്മൾ ഇന്നലെ വന്ന് റെസ്റ്റ് എടുത്ത് കിടന്നു. നമ്മൾ ഇപ്പോൾ രാവിലെ എണീറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അതെ, നമ്മൾ കറന്റ് കോട്ടൂർ സിറ്റിയിലാണുള്ളത്. അപ്പോൾ ഇന്ന് കോട്ടൂർ സിറ്റിന്റെ ഇതൊരു ഭയങ്കര ഇത് രണ്ട് നദിക്ക് അപ്പുറം ഇപ്പുറമായിട്ടുള്ള ഒരു ടൗൺ ആണിത്. കണ്ടോ, ഞങ്ങൾ ഒരു സൈഡിലുള്ളത്. രാവിലത്തെ വ്യൂ ആണിത്. ഇവിടെയായിരുന്നു നമ്മുടെ റൂം ഉണ്ടായിരുന്നത്. രാവിലെ എണീറ്റ് കഥ പറഞ്ഞപ്പോൾ കണ്ട കാഴ്ച ഇന്നലെ ഇത്രയും കണ്ടില്ല. രാത്രി കണ്ട് കാണാൻ പറ്റില്ല. ഈ മലയൊന്നും ഇന്നലെ കണ്ടേ ഇല്ല. ഞങ്ങൾ വെച്ചൊരു ചെറിയ നദി ഉണ്ടാവുള്ളൂ എന്നാണ്. ബട്ട് ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. നമ്മുടെ രാവിലത്തെ വ്യൂ ആണ് ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ ബോട്ട് ടൂറിന് വന്നേക്കാണ്. ഇവിടെ 9 മണിക്കായിരുന്നു പറഞ്ഞത്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പത്തിനും 9:05 ഉള്ളിൽ എത്തി. പക്ഷേ അവർ പറഞ്ഞു അപ്പത്തിനും ആ ബോട്ട് പോയിന്ന്. ഞങ്ങൾ കണ്ടൊന്നുമില്ല. നമ്മൾ ആദ്യം വിചാരിച്ച സ്കാമാണോ എന്ന്. നമ്മൾ Booking.com വഴിയാണ് ബുക്ക് ചെയ്തത്. എന്നിട്ട് പിന്നെ അയാളോട് സംസാരിച്ച ആൾ പറഞ്ഞു 12 മണിക്ക് ആക്കിത്തരാം. ആദ്യം ചോദിച്ചു ഇനി ഡബിൾ പ്രൈസ് ചോദിക്കുമെന്ന്. പക്ഷേ ഫ്രീ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 മണിക്ക് നോക്കണം. ഇതാണ് ഇവിടുത്തെ മെയിൻ ആ പറഞ്ഞ ലേക്ക് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടുന്നാണ് നമ്മൾ ബോട്ട് ടൂർ എടുക്കുന്നത്. ഇതിൽ അങ്ങനത്തെ ഓപ്പൺ ബോട്ടായിരിക്കും. അതിൽ പോയി ഈ മോണ്ടിനെഗ്രോയിൽ ഏകദേശം എല്ലാവരും പോകുന്നൊരു സ്ഥലമാണ്. ഒരു കേവ്, ബ്ലൂ കേവ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അങ്ങോട്ടേക്ക് ആയിരിക്കും പോവുക. ഈ ഒരു പാർക്കാണ്. ഇതേതോ UK എന്നൊരു ബ്രിട്ടീഷ് വനിത. ഹായ് ലേഡി. ഹായ് മാഡം. വേർ ആർ യു ഫ്രം? From EK. EK? EK, like UK. Okay. What do you do for living? Nothing. ചുമ്മാ ഇരിക്കുക. Chuma, you can know. Yeah, okay, fine. അപ്പോൾ നമ്മൾ UK എന്നൊരു ലേഡീനെയും കണ്ടിട്ടുണ്ട്. ഇതിവിടെ ഇങ്ങനെ ഒരു പാർക്ക്. അവിടെ നിന്ന് ഇങ്ങോട്ട് സ്ഥലമൊക്കെ നല്ലതാണ്. സ്ഥലം നല്ലതല്ലാന്ന് ഒരിക്കലും ഞങ്ങൾ പറയുന്നില്ല. കാരണം സ്ഥലം സൂപ്പറാണ്. നമുക്ക് ഭയങ്കര നമ്മൾ മാത്രമേ ഉള്ളൂ. പക്ഷേ കുറേ ഡ്രോബാക്സ് ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഒരുപാടുണ്ട്. UK നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ആൻഡ് നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ UK വന്നതുകൊണ്ട് നമുക്ക് ഇവരുടെ ഒരു രീതികൾ അങ്ങ് പറ്റുന്നില്ല. ഇവരുടെ ഒരു ബിഹേവിയർ. അതെ, ഒരുപാട് പേര്, കുറെ പേര് ആൾക്കാർ കമ്പാരിറ്റീവ്ലി ആൾക്കാർ കുറച്ചും കൂടി റൂഡാണ്. പിന്നെ സ്കാമിന്റെ ഏരിയ ആണിത്. സ്കാമിൽ അകപ്പെടാൻ പറ്റിയ ഏറ്റവും വലിയ ചാൻസ് കൂടുതൽ സ്ഥലം ആണിത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തിയിരിക്കുന്നു. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുത്തെ ഒതന്റിക്, ഇവിടുത്തെ പക്ഷെ ഇവിടുത്തെ ലോക്കൽ സെറ്റപ്പ്, ലോക്കൽ തട്ടുകട പറഞ്ഞാൽ പോലും കിടല. ഇതാണ് ഇവരുടെ ഡൈനിങ് വരുന്നത്. നമുക്ക് പുറാവുകളൊക്കെ കണ്ട് എവിടെ നോക്കിയാൽ ഈ ഒരു മലയാണ്. ചായ നാട്ടിലെ കടും ചായ. ഞാൻ ഹോട്ട് ചോക്ലേറ്റ് ആണ് പറഞ്ഞത്. നമ്മുടെ UK കിട്ടുന്ന ഹോട്ട് ചോക്ലേറ്റും ഇത് വെച്ച് നോക്കുമ്പോൾ ഇതെന്താ ജ്യൂസ് മുറി കട്ടി. നമുക്ക് ഇതാണ് ഹോട്ട് ചോക്ലേറ്റിന്റെ കൺസിസ്റ്റൻസി വരുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ചോക്ലേറ്റ് ബാർ എടുത്ത് ഉരുക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ഇത്തിരി വെള്ളം ഒഴിച്ച് അങ്ങനെ അടിക്കും. ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. ഇല്ല, നമുക്ക് തണുത്ത് കഴിയുമ്പോൾ ഇച്ചിരി ജ്യൂസായിട്ട് കുടിക്കാം. നമ്മൾ ആക്ച്വലി അവിടെ പറഞ്ഞ ഹോട്ട് ചോക്ലേറ്റ് പറഞ്ഞ ചായ ഉണ്ടാക്കി ഫ്ലേവർ ഇടണം. അതായത് ചോക്ലേറ്റിന്റെ പൊടിയില്ല, അതിൽ പാലും വെള്ളം കൂട്ടി ഉണ്ടാക്കുന്ന ഹോട്ട് ചോക്ലേറ്റ്. പക്ഷേ ഇറ്റ്സ് ഡിഫറെന്റ്. അതുകൊണ്ട് കൃപാച്ചി ക്ഷമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ കാണാനും നമുക്കൊന്നും പറയാനില്ല. അതെ, നമ്മൾ വേറെ സ്ഥലത്ത് വന്നിരിക്കുക. അവരുടെ എന്താണോ നമ്മൾ കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് വന്നിരിക്കുകയാണ്. ഓംലെറ്റ് വിത്ത് 3 ടൊമാറ്റോ. എനിക്ക് സാൻഡ്വിച്ച്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. കാശ് പറഞ്ഞിട്ട് കാര്യമില്ല, കിട്ടില്ല സാധനം. ഒന്നും തീർക്കാതെ വറ്റിച്ചു വെച്ചു. ഇതും കൊള്ളാം, ഓംലെറ്റും കൊള്ളാം. ഉള്ളിൽ ചീസും ടൊമാറ്റോ ഒക്കെ ആയിട്ട് കുറച്ച് വെട്ടിയടിക്കുന്നുണ്ട്. കാണുന്ന പോലെ നല്ല വീഡിയോ ലാഭം. ചായ കൊള്ളില്ലോ ഉണ്ട്, അത് തീർന്നിട്ടില്ല. ഞങ്ങളുടെ രാവിലത്തെ സുപ്രഭാതം മറ്റേ ഡയറി എഴുതുമ്പോൾ എന്തായിരുന്നു, പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് മോണ്ടിനെഗ്രോ സിറ്റി വാൾസ് എന്ന് പറയപ്പെടുന്ന സ്ഥലം. കോട്ടൂർ മോണ്ടിനെഗ്രോ ഉള്ളൊരു സ്ഥലം. അതുകൊണ്ട് ഇവിടുത്തെ ഈ മെയിൻ പ്രത്യേകതയാണ് ഈ നീല വെള്ളം. ഇവിടുത്തെ എല്ലാ വെള്ളവും ഇങ്ങനെയാണ്. ഇവിടേക്ക് നല്ല കുന്നുമ്മലുണ്ട്.
ഗൈസ് കോട്ടൂർ സിറ്റി വോക്കാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, ഇത് കുറേ ബിൽഡിങ്ങുകൾ, അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ പോകുക. അപ്പുറം ഇപ്പുറം ഷോപ്പുകളാണ്. ഈ മുന്നിൽ കാണുന്ന പള്ളിയാണ് തോന്നുന്നില്ലേ, അതൊരു കത്തീഡ്രലാണ്. അങ്ങനെ നിറയെ സുവനീഴ്സും സാധനങ്ങളുമാണ്. അത് അടുപ്പിച്ചടുപ്പിച്ച് നമ്മുടെ സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ. നമ്മൾ സെയിം സ്പോട്ടിൽ വന്ന് വിട്ടു. എവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരു നടുക്ക് നമ്മൾ എത്തിട്ടോ. അവിടെ അങ്ങനെ നോക്കണ്ട നീ. ഇതാ ഞാൻ പിന്നെ നിന്നെ നല്ല രസമുണ്ട് ഇവിടെ കോട്ടൂരിൽ. ഈ സിറ്റി ടൂറൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ചെറിയൊരു ബസാർ പോലെ വരുന്നുണ്ട്, കോട്ടൂർ ബസാർ എന്ന് പറഞ്ഞിട്ട്. അവിടെ കുറച്ചുകൂടി ചീപ്പാണെന്ന് എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി. അവിടുന്ന് ഒരു ബാഗ് വാങ്ങിച്ചു. നമ്മൾ ബാഗ് മേടിച്ചു മൊണ്ടിനീഗ്രോൻ്റെ ഒരു ഇതായിട്ട് എന്ത് ഉപഹാരമായിട്ട്. പിന്നെ നമ്മൾ കുറച്ച് സോനിയേഴ്സ് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഉള്ളത് പശുകളാണ്. സോ കുറച്ച് സോനിയേഴ്സ് മേടിച്ചു ഫോർ മെമ്മറി. നമുക്കിപ്പോൾ ഏകദേശം സമയമായിട്ടുണ്ട്. നമുക്ക് ബോട്ട് ടൂറിനുള്ള സമയം. ഇവിടെ താമസിച്ച് ഞങ്ങൾ ചിലപ്പോൾ കൊണ്ടുപോകില്ല, തിരിച്ചു പോവുക. ഇവിടുത്തെ ഒരു മെയിൻ സാധനമാണ് ഈ പൂച്ച സാർ. ഇവിടുത്തെ മെയിൻ സാധനം. എല്ലായിടത്തും പൂച്ചയില്ലാത്ത സ്ഥലമില്ല, അത്രയും പൂച്ചകളാണ്. ഞാൻ ഇവിടുത്തെ ഒരു സെൻട്രൽ ഏരിയ. ഇവിടെ കുറേ ഷിപ്പ്, ബോട്ട്, മിനി ഷിപ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാണത്തിലൊരു സെൻറ്റർ പോലുള്ളൊരു സ്ഥലമാണ്, ടൗൺ സെൻറ്ററൊക്കെ പോലെ. കോട്ടൂർ ടൗണിലെ ഇവിടെ പനകളൊക്കെ ഉണ്ട്. ഈ തണുപ്പത്തെ ഇവിടെ ചൂടുണ്ടല്ലോ നന്നായിട്ട്. ഗായ്സ്, ഞങ്ങൾ വല്ലാത്തൊരു ബോട്ട് ട്രിപ്പിന് ശേഷം കാലാവസ്ഥ മാറി, ഇച്ചിരി തണുപ്പൊക്കെ ആയി. വെയിലുണ്ട്, ബട്ട് എന്നാലും തണുപ്പടിക്കുന്നുണ്ട്. വൈകുന്നേരം ആയല്ലോ. ലേഡി ഓഫ് ദ റോക്സ് അത് ഈ സ്ഥലമാണ്. അടിപൊളി സ്ഥലമാണ് കാര്യം പറഞ്ഞാൽ. നമുക്കിതൊരു ചേർച്ചാണ്.
ഇപ്പത് ചേർച്ചാക്കി. ഇപ്പോൾ ചേർച്ച് മ്യൂസിയം ആണ്. പിന്നെ പിന്നെന്താ നമുക്ക് 2 ഐലൻഡാണ് ഉള്ളത്. അപ്പുറത്ത് ഒന്നുകൂടെ ഉണ്ട്. മുന്നിൽ വേറെ ഐലൻഡ്. ഇതാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഐലൻഡ്. ഇതിൻ്റെ അപ്പുറം ഒന്നുകൂടെ ഉണ്ട്. അവിടെ ഇതിങ്ങനെ ചുറ്റപ്പെട്ട് നിൽക്കുക. എവിടെയൊക്കെ പോയി ബോട്ട് ട്രിപ്പിൽ നമ്മൾ ബ്ലൂ കേവ്സ് കണ്ടു, മംല ബീച്ച് കണ്ടു, ദെൻ സബ്മറൈൻ ടണൽസ് കണ്ടു, ആൻഡ് വാട്ട് ആൻഡ് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണിത്. ലേഡി ഇതിൻ്റെ